CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഇന്നാണ് ഇന്ത്യൻ എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി 7:30 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC മോഹൻ ബഗാനെ നേരിടാൻ ഇറങ്ങുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചൊക്കെ മുൻ ബ്ലാസ്റ്റേഴ്സ് മലയാളി സൂപ്പർ താരമായ സഹൽ അബ്ദുസമദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ കുറിച്ച് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹബാസും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവർ പറഞ്ഞ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇന്നാണ് ആരാധകരെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നത്. അതും കൊച്ചിയിലെ മണ്ണിലാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും ഇന്നലെയായിരുന്നു ഈ ഒരു മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രസ് കോൺഫറൻസിൽ മോഹൻ ബഗാന്റെ ഭാഗത്ത് നിന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹബാസും കൂടാതെ തന്നെ മലയാളി സൂപ്പർ താരമായ സഹൽ അബ്ദുസമദുമായിരുന്നു. നമുക്കറിയാം ഒരുപാട് കാലം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു താരമാണ് സഹൽ അബ്ദുസമദ്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സഹൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സഹലിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് നല്ല പോലെ അറിയാം. പക്ഷേ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ വേണം. അത് മാത്രമാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിന് ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ കൊച്ചിയിലെ മൈതാനത്താണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിന് വേണ്ടി എനിക്ക് 100% നൽകാൻ ആവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. പക്ഷേ എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്കെതിരായി കൊണ്ട് കളിക്കുന്നത് തനിക്കൊരു വ്യത്യസ്തമായ അനുഭവം ആയിരിക്കുമെന്നൊക്കെയാണ് മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് സഹൽ അബ്ദുസമദ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സഹലിന്റെ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അഥവാ കൊച്ചിയിലെ മൈതാനത്തിൽ സഹലിന് നല്ലപോലെ കളിക്കാൻ സാധിക്കുമെന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരായി കളിക്കുന്നത് തനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ താരം വളരെയധികം എക്സൈറ്റഡുമാണ് എന്നൊക്കെയാണ്. ഏതായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള മത്സരത്തിന് മുന്നായിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായ ഹബാസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇനി ഒന്ന് കടക്കാം. 48 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മത്സരം കളിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും. പക്ഷേ ഞങ്ങൾ പ്രൊഫഷണലുകളാണ്. നിയമങ്ങളുടെ വ്യവസ്ഥകളെല്ലാം തന്നെ ഞങ്ങൾക്കറിയാം. എന്നാൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത് ന്യായമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ കുറിച്ച് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹബാസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും കൊൽക്കത്ത ഡെർബി നടന്നിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു 48 മണിക്കൂറിന് ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായി മോഹൻ ബഗാൻ ഏറ്റുമുട്ടുന്നതിനെ കുറിച്ചാണ് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹബാസ് ഇവിടെ പറയുന്നത്. അത് അവർക്ക് വളരെ കഠിനം തന്നെയായിരിക്കുമെന്നാണ് മോഹൻ ബഗാന്റെ പരിശീലകൻ ഹബാസ് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ടീമുകളുടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ISLലെ മിക്കവാറും ടീമുകളും 2 ദിവസത്തിനകം മറ്റൊരു ടീമുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഹബാസ് പറയുന്ന ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.